നമുക്കിനി സെക്ഷൻ 10-ലെ അമെൻമെൻറ്റിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന സെക്ഷൻ 12-ലുള്ള ഒരു അമെൻമെൻറ്റാണ്. പക്ഷേ 12-ലെ അമെൻമെൻറ്റ് അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു അമെൻമെൻ്റ് അല്ല. അതായത് അത് അങ്ങനെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈമിൻ്റെ ഒരു എക്സ്റ്റൻഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതത്ര വലിയൊരു സംഭവം അല്ല. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് നമ്മൾ GST ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് നമ്മൾ വി നീഡ് ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ഫോർമാലിറ്റിയൊക്കെ നമുക്കൊരു 3-4 വർഷം മുന്നേ നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോർമാലിറ്റി എല്ലാം പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 12AB-ലാണ്. അപ്പോൾ ഓൾറെഡി എക്സംഷൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ 12AB പ്രകാരം പുതിയ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ അതിനൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധി നമുക്ക് കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കുള്ള എക്സംഷൻ നഷ്ടപ്പെടുകയും നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനെ സംബന്ധിച്ച് വിത്ത് ഇഫക്ട് ഫ്രം 1/10/2024 the provision has been amended to provide that principal commissioner or commissioner may condone the delay in filing application. അതായത് നമ്മളിപ്പോൾ അപേക്ഷ കൊടുക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ആ വൈകിയത് കുഴപ്പമില്ല എന്ന് വയ്ക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? അല്ലെങ്കിൽ അത് സമയം നീട്ടിത്തരാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ. നിങ്ങൾ ആർക്ക് മുമ്പാകെയാണോ അപേക്ഷ കൊടുത്തത് അദ്ദേഹത്തിന് ഉണ്ടാകും. ആൻഡ് ട്രീറ്റ് such application as filed within time. The delay may be condoned if he considers that there is a reasonable cause for the same. അതായത് നമ്മളിപ്പോൾ ഈ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ കൊടുത്ത അപേക്ഷ സമയപരിധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ക്ഷമിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവകാശം പ്രിൻസിപ്പൽ കമ്മീഷണർക്കോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ ഒരു പുതിയ അമെൻമെൻറ്റ്. അത്ര വലിയ കാര്യം എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ശരി, ഇനി നമുക്ക് സാലറി ഹെഡിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റാണ്. ഇത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഫൈനൽ ലെവലിൽ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഫൈനൽ ലെവലിൽ നമുക്ക് ചോദിക്കാൻ വേറെ ചോദ്യങ്ങളുണ്ട്, വേറെ ഏരിയാസ് ഉണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ശരി, സാലറിയിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 61A. അപ്പോൾ നമുക്ക് നിലവിൽ 50,000 രൂപയാണ് നമുക്ക് ഡിഡക്ഷൻ ഉള്ളത്. നിങ്ങളിപ്പോൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താൽ ഇപ്പോഴും 50,000 രൂപ തന്നെയാണ് പരമാവധി കിട്ടാവുന്ന ഡിഡക്ഷൻ. പക്ഷേ ഇത് 75,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇഫ് യു ആർ ഓപ്റ്റിംഗ് ന്യൂ ടാക്സ് റെജിം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 50,000 രൂപ വരെ കിട്ടിയിരുന്ന ഡിഡക്ഷൻ ഇപ്പോൾ 75,000 റുപ്പീസ് ആക്കിയിട്ടുണ്ട്. ദ provision has been amended to increase the amount of standard deduction to 75,000 if the assessee is under default tax regime. അപ്പോൾ ഓൾഡ് ടാക്സ് റെജിമിൽ ആ ഒരു മാറ്റം വന്നിട്ടില്ല. അതിപ്പോഴും 50,000 രൂപ തന്നെയാണ്. പിന്നെ PGBP അതൊരു ഹൗസ് പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെന്നൈ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന വേഴ്സസ് CIT എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഒരു അസസിയുടെ ബിസിനസ് എന്ന് പറയുന്നത്, അസസി പറയുകയാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ ആ കിട്ടുന്ന വാടക എനിക്ക് ബിസിനസ് ഇൻകമായി കണക്കാക്കാൻ അനുവദിക്കണം. അതൊരു ബിസിനസ് റെസീറ്റായിട്ട് കണക്കാക്കാൻ അനുവദിക്കണം. ആ റെസീറ്റിൽ നിന്ന് എനിക്ക് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ എനിക്ക് PGBP ഹെഡിൽ എന്നെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള വിധിയായിരുന്നു കിട്ടിയത്. അതായത് ഇപ്പോൾ ഒരാളുടെ ബിസിനസ് എന്ന് പറയുന്നത് ബിൽഡിങ്ങും കോംപ്ലക്സുകളും ഒക്കെ പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന വാടക ബിസിനസ് ഇൻകമായി ട്രീറ്റ് ചെയ്യാനുള്ള അവകാശം അസസിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അമെൻമെൻ്റാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 1 യൂണിറ്റ് ആയാലും 2 യൂണിറ്റ് ആയാലും 10 യൂണിറ്റ് ആയാലും 100 യൂണിറ്റ് ആയിരുന്നാലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്ന വാടക അത് ഇനി മുതൽ അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നത് എൻ്റെ ബിസിനസ് ആണ് എന്ന് അവകാശപ്പെടാൻ ഇനി മുതൽ കഴിയില്ല. യെസ്, so it is clarified that any income from letting out of a residential house or a part of the house by the owner shall not be chargeable under the head profits and gains of business or profession and shall be chargeable to under the head income from house property. അപ്പോൾ അത് ഏത് ഹെഡിലേ വരത്തുള്ളൂ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇനി മുതൽ അത് വരത്തുള്ളൂ.
ഇനി BGBP വന്നിരിക്കുന്ന മറ്റൊരു ഡിഡക്ഷൻ 80 CCD എന്താണെന്നുള്ളത് നമുക്കറിയാം. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് NPS ആണ്. സോ എംപ്ലോയീസിൻ്റെ പേരിലുള്ള NPS ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് എംപ്ലോയർക്ക് ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. ആ ബിസിനസ് എക്സ്പെൻഡിച്ചർ അയാൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ആസ് പെർ സെക്ഷൻ 36(1)(4)A പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ്, അതിനകത്ത് 10(4)A തന്നെ ഒരു ലിമിറ്റ് പറയുന്നുണ്ടായിരുന്നു. പരമാവധി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ 10% ഓഫ് ദി സാലറി എന്നാണ് നമുക്ക് പറഞ്ഞത്. സോ ഇവിടെ പറയാണ്, it does not exceed 10% of salary of the employee in the previous year shall be allowed as deduction to the employer. ആ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക എംപ്ലോയർക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എത്ര ശതമാനം വരെയാണെങ്കിൽ 10% ഓഫ് ദി സാലറി. ഇറ്റ് ഈസ് അമെൻഡഡ് ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അലൗഡ് ആസ് ഡിഡക്ഷൻ ടു ദ എംപ്ലോയർ to the extent of 10% to the extent of 14% of the salary. അപ്പോൾ ഫ്രം 10%, 10% നിന്ന് അത് 14% വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എംപ്ലോയിയുടെ ശമ്പളത്തിൻ്റെ 14% വരെ ഇപ്പോൾ എംപ്ലോയർക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷനായിട്ട് അനുവദിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. സെക്ഷൻ ഏതാണ്? 36(1)(4)A. സെക്ഷൻ 36(1)(4)A. ഇതാണ് സെക്ഷൻ. പിന്നെ നമ്മുടെ സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷൻ ആണ്. നിങ്ങളൊരു എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആ എക്സ്പെൻഡിച്ചർ അത് 30 മുതൽ 36 വരെ കവർ ചെയ്യാത്തൊരു എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 37 പ്രകാരം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. കണ്ടീഷൻ അത് പൂർണ്ണമായും ബിസിനസ്സിന് വേണ്ടി ഈ വർഷം അതാത് വർഷം മുടക്കിയ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. ആ എക്സ്പെൻഡിച്ചറിന് ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ബന്ധമുണ്ടായിരിക്കണം. പിന്നെ അതിന് പ്രൊവിഷൻസ് ഉണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിനകത്ത് പറയുന്ന കാര്യമുണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പോലും അതൊരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാകരുത്. അതായത് ഇപ്പോൾ നിങ്ങൾ കൈക്കൂലി കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ മറ്റ് ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി ചിലവാക്കിയതോ ആകാൻ പാടില്ല. ലീഗൽ ലോഫുൾ പർപ്പസിന് വേണ്ടി ചിലവാക്കിയത് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഇല്ലീഗൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന് വരുന്ന പെനാൽറ്റി, ഫൈൻ ഇവയൊന്നും തന്നെ 37 പ്രകാരം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പോൾ അവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നു. ആ ഒരു കാര്യത്തിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ 1 ഓഫ് സെക്ഷൻ 37 പ്രൊവൈഡ്സ് ദാറ്റ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ആൻ അസസി for any purpose which is an offence or which is prohibited by law shall not be deemed to have been incurred for the purpose of business or profession, and no deduction shall be made in respect of such a expenditure. Explanation 3 clarified that expenditure incurred by an assessee for any purpose which is an offence or which is prohibited by law referred in explanation 1 includes expenditure incurred for any purpose which is an offence or prohibited by any law enacted in or outside India. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ചിലവാക്കിയ കാശാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നിയമവിരുദ്ധം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കകത്തോ പുറത്തോ, ഇന്ത്യക്ക് പുറത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ചെയ്താലും ഇന്ത്യക്ക് അകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരുന്നാലും ഇത് നമുക്ക് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യത്തില്ല, അനുവദിക്കാനായിട്ട് കഴിയില്ല. ഓർ ഈസ് ഇൻകേർഡ് ടു പ്രൊവൈഡ് എനി ബെനിഫിറ്റ് ഓർ പെർക്യൂസിറ്റി ഇൻ വാട്ട്സോ എവർ ടു എ പേഴ്സൺ വെദർ ഓർ നോട്ട് ക്യാരിയിങ് ഓൺ ബിസിനസ് ഓഫ് excessive provision and acceptance of such benefit or perquisite by such a person is in violation to any law or law guideline under the law governing the conduct of such person. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി നമ്മൾ ചിലപ്പോൾ ആൾക്കാർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി നമ്മൾ പല ആൾക്കാർക്കും ഗിഫ്റ്റും സമ്മാനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പല വിധത്തിലുള്ള സമ്മാനങ്ങൾ അയാളെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ പലതും കൊടുക്കും. ഇപ്പോൾ അയാൾക്ക് ട്രീറ്റ് ചെയ്യും, അയാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും, ചിലപ്പോൾ ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ മുടക്കുന്ന ചിലവെല്ലാം നമ്മുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറാണോ? ഒരു സംശയം വേണ്ട, അത് ബിസിനസ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആ വ്യക്തിക്ക് അത് മേടിച്ചു കൊടുത്തു, പക്ഷേ അയാൾ ഒരു പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണലാണെന്ന് വിചാരിക്കുക. അപ്പം അയാൾ ഒരു CA കാരനോ CMA കാരനോ ഡോക്ടറോ അഡ്വക്കേറ്റോ ഒക്കെയാണ്. നമ്മൾ അയാൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നു, അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അയാൾക്ക് ആപ്ലിക്കബിൾ ആകുന്ന കുറേ നിയമങ്ങളുണ്ട്. ആ നിയമപ്രകാരം അയാൾക്ക് അതൊന്നും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു.
ഓക്കെ. ഇപ്പോൾ അത് നമ്മൾ ഇൻ്റർ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു മരുന്ന് കമ്പനി ഡോക്ടർക്ക് പലതും ഓഫർ ചെയ്യും. കാരണം ഡോക്ടർ മരുന്ന് എഴുതിയാലുള്ള മരുന്ന് കമ്പനിക്ക് ലാഭമുള്ളൂ. അപ്പോൾ മരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് മരുന്ന് കമ്പനി ഡോക്ടർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ ഓഫർ ചെയ്യുകയാണ്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ നിയമപ്രകാരം ഡോക്ടർക്ക് മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം ഈ ഡോക്ടർമാർ മരുന്ന് കമ്പനികളിൽ നിന്ന് ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല. മരുന്ന് കമ്പനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് അവരെ സംബന്ധിച്ച് ഒരു ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചറാണ്, അത് അവർക്ക് ക്ലെയിം ചെയ്തുകൂടെ. പക്ഷെ ഇത് കൊടുക്കുന്നത് കൊണ്ട് മരുന്ന് കമ്പനിക്കൊന്നുമില്ല. പക്ഷെ അത് ഡോക്ടർ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഡോക്ടർക്ക് കൊടുത്താൽ അത് നമ്മുടെ തെറ്റല്ലെങ്കിൽ പോലും നമുക്കത് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് അനുവദിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി settlement of amount are incurred due to an infraction of law and relate to contravention etc. and therefore should not be allowed as business expenses. അതായത് നമ്മൾ ഇൻഫ്രാക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമം വയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിയമം വയലേറ്റ് ചെയ്തത് പ്രകാരം നമുക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് ഞാനൊരു നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്യുക വഴി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ശരിക്കും ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഞാനത് നിങ്ങൾക്ക് കാശ് തന്ന് സെറ്റിൽ ചെയ്യുകയാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഞാൻ മുടക്കുന്ന കാശ് എനിക്ക് ഇതെൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കത് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇറ്റ് ഈസ് അമെൻഡഡ് ടു ക്ലാരിഫൈ ദാറ്റ്, ശ്രദ്ധിച്ചിരിക്കണം, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ആൻ അസസി ഫോർ എനി പർപ്പസ് വിച്ച് ഈസ് ആൻ ഒഫൻസ് or which is prohibited by law under explanation 1 shall include any expenditure incurred by an assessee to settle proceedings initiated in relation to a contravention under any law for the time being in force. Then okay, settle proceedings initiated in relation to contravention under any law for the time being in force as may be notified by central government in the official gazette in this behalf. അപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന പണവും ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മുടക്കിയ പ്രവർത്തനമായി കണക്കാക്കി അത്തരം എക്സ്പെൻഡിച്ചറുകൾ നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിക്കുകയില്ല. ഇതാണ് PGVP നമ്മുടെ സെക്ഷൻ 37 ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന. PGVP പ്രധാനമായും 3 അമെൻമെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ അമെൻമെൻറ്റ് നമ്മൾ പറഞ്ഞത് വാടക വരുമാനം. ഇനി മുതൽ വാടക വരുമാനം നമുക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടക വരുമാനം ഒരു സംശയവും വേണ്ട, അതിനി എത്ര വീട് വാടകയ്ക്ക് കൊടുത്താലും അത്തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നത് എൻ്റെ ബിസിനസ്സായി കണക്കാക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായി ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലാണ് വരേണ്ടത്. Then NPS, employer contribution, NPSിലേക്കുള്ള employer contribution to the extent of 14% of salary of employee could be claimed as deduction by the employer. അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റിൽമെന്റ് എമൗണ്ട് ബീങ് പെയ്ഡ് ഫോർ സെറ്റിൽ കോൺട്രവെൻഷൻസ്, ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മുടക്കുന്ന പണവും നമുക്ക് ഇനി മുതൽ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് അനുവദിച്ച് കിട്ടത്തില്ല എന്നുള്ളതാണ്. ദെൻ ഈ മറ്റൊരു കേസ്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു പ്രത്യേകത, പാർട്ട്ണർഷിപ്പ് ഫേംസിന് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് അവർക്ക് അവരുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്, ലിമിറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദി ഫേം. നമ്മൾ ആദ്യം പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നോർമൽ ബിസിനസ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. സാധാരണ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം നെറ്റ് പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് ആഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ഇൻകം എല്ലാം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ബിസിനസ് എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ഏതെങ്കിലും ബിസിനസ് ഇൻകം P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു നോർമൽ ബിസിനസ് ഇൻകം നമുക്ക് കിട്ടും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷനും കൂടി ആഡ് ബാക്ക് ചെയ്താൽ വി വിൽ ഗെറ്റ് ബുക്ക് പ്രോഫിറ്റ്.
സോ ബുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബുക്ക് പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ മാക്സിമം റെമ്യൂണറേഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ബുക്ക് പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷം രൂപ വരെ ആണെങ്കിൽ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. 3 ലക്ഷം രൂപയ്ക്ക് മേളിലാണെങ്കിൽ അതിലെ ആദ്യത്തെ 3 ലക്ഷത്തിന് 90%ഉം പിന്നെ വരുന്ന ബുക്ക് പ്രോഫിറ്റിൻ്റെ 60%ഉം എടുത്തിട്ട് നമുക്ക് ടോട്ടൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യത്തിൽ ഈ 3 ലാഖിന് 90%, ബാലൻസിന് 60% എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടേഷനിലാണ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം നമുക്ക്. സോ നേരത്തെ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ 3 ലക്ഷം ബുക്ക് പ്രോഫിറ്റിന് ഒന്നുകിൽ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ 1 lakh വിച്ച് എവർ ഈസ് ഹയർ. ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന് 60% ഓഫ് ദ നെക്സ്റ്റ് ബുക്ക് പ്രോഫിറ്റ്. ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. നോക്കൂ, ഇനിയിപ്പോൾ നിങ്ങൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പ്രോഫിറ്റ് എടുത്തപ്പോൾ ബുക്ക് പ്രോഫിറ്റേ ഇല്ല, അവിടെ ലോസ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ റെമ്യൂണറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? അനുവദിക്കാനായിട്ട് പറ്റും. 3 ലക്ഷത്തിൽ കൂടുതൽ റെമ്യൂണറേഷൻ പറ്റത്തില്ല. ഇനി ഫസ്റ്റ് 3 ലാഖ് ബുക്ക് പ്രോഫിറ്റിൻ്റെ, ഇനി ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ തന്നെ ഫസ്റ്റ് 6 ലാഖ് ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് 6 ലാഖ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ 3 ലാഖ് വിച്ച് ഓർ ഈസ് ഹയർ. വ്യത്യാസം ഇവിടെ 3 ലാഖ് ആയിരുന്നത് ഇപ്പോൾ എത്രയായി മാറി? 6 ലാഖ് ആയി. 90% സെയിം ആണ്. 1,50,000 എന്നുള്ളത് എത്രയായി? 3 ലാഖ് ആയി. അതാണ് വന്നിരിക്കുന്ന വ്യത്യാസം. ഇനി ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് എത്ര തന്നെയാണ്? 60%. അത് സെയിം തന്നെയാണ്. ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് 60%. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. യെസ്. നെക്സ്റ്റ് സെക്ഷൻ 43D. ഇപ്പം നമ്മൾ പഠിച്ചത് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത സെക്ഷൻ 43D. 43D ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിലും ഫൈനൽ ലെവലിൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് പറയാം, ഈ 43D എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു സെക്ഷനാണ്. 43D പറയുന്നത് ഒന്നാമതായിട്ട് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഫൈനാൻഷ്യൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന, മണി ലെൻഡിങ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ്. മണി ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അത് ലോൺ കൊടുക്കുന്ന ആരാണ്? നമ്മുടെ നാട്ടിൽ ലോൺ കൊടുക്കുന്ന ആരൊക്കെയാണ്? ബാങ്കുകളാണ് പ്രധാനമായി ലോൺ കൊടുക്കുക. NBFCകളാണ് ലോൺ കൊടുക്കുക. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോൺ കൊടുക്കുക. പബ്ലിക് കമ്പനികളും ലോൺ കൊടുക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ ഫൈനാൻഷ്യൽ കമ്പനികൾ, ഈ പറയുന്ന പബ്ലിക് കമ്പനികൾ ഒഴികെയുള്ള മറ്റ് ബാങ്കുകൾ, NBFCകൾ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയെല്ലാം തന്നെ നേരിട്ട് RBIയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. പബ്ലിക് കമ്പനികൾ നേരിട്ട് RBIയുടെ നിയന്ത്രണത്തിൽ, അവർ ലെൻഡിങ് ബിസിനസ് ആണെങ്കിൽ അവർ RBIയുടെ നിയന്ത്രണത്തിൽ വരണമെന്നില്ല. അവർ പലപ്പോഴും ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്ത്. അവരുടെ കീഴിലായിരിക്കും പലപ്പോഴും ഈ മണി ലെൻഡിങ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന പബ്ലിക് കമ്പനീസ് വരുന്നത്. ലൈക്ക് ഇപ്പോൾ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ 80 EEA, EEBയിലൊക്കെ നമ്മൾ 80 EEA, EEB എന്നൊക്കെ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 80 EE, 80 EEA എന്ന സെക്ഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ നാഷണൽ ഹൗസിംഗ് കമ്പനീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, HFC, ഹൗസിംഗ് ഫൈനാൻസ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ HDFC ലിമിറ്റഡ് ഒരു ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അതുപോലെ തന്നെ PNB ഹൗസിംഗ് ഫൈനാൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, ഇതെല്ലാം ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസാണ്. ഇവരെല്ലാവരും തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ, RBIയുടെ കീഴിലല്ല. പക്ഷെ 2019 മുതൽ ഈ പറയുന്ന NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് മാറി ഇവരെല്ലാവരും തന്നെ നേരിട്ട് RBIയുടെ നിയന്ത്രണത്തിൽ വന്നായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു അമെൻമെൻറ്റ് ഈ 43Dയിൽ വന്നിട്ടുണ്ട്. അത് ഈ 43D എന്താണെന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ ബാങ്കുകൾ, NBFCകൾ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികൾ, ഇവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ NPA എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NPA സ്റ്റാൻഡ്സ് ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ നിന്നുള്ള ഇൻകം അക്രൂവൽ ബേസിസിൽ ഇവർ ഇൻകമായി കാണിക്കേണ്ട ആവശ്യമില്ല. പകരം അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇവരെന്ത് ചെയ്താൽ മതി? ഇൻകമായിട്ട് കാണിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ
അപ്പോൾ ഇതാണ് 43D നമുക്ക് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 43D ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്നും ഇപ്പോൾ ഒരു അമെൻമെൻറ്റിൽ വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പം നോക്കൂ, Clause B of Section 43 states that in case of a public companyയാണ് നമ്മൾ HFC എന്ന് പറഞ്ഞത്, involved in housing finance, the income by way of interest in relation to such category of bad or doubtful debts as a case may be prescribed having regard to the guideline issued by National Housing Bank in relation to such debt shall be chargeable to tax in the previous year in which it is credited by the public company to its profit and loss account for that year, or as a case may be which is actually received by. The provision has been amended to remove the reference of National Housing Board from the entire provision of Section 43D. ആ പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ HFCകൾ അവർക്ക് NPA ആയി മാറിക്കഴിഞ്ഞ അസറ്റുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കൊടുത്തിരിക്കുന്ന ലോണാണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. സോ NPA ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള അസറ്റുകൾ, ആ അസറ്റുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അതായത് അവരുടെ ഇൻകം അവരെ എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. they need to follow അത് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ they need to follow the guideline issued by നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അപ്പോൾ HFCകൾക്ക് നേരത്തെ ആരുടെ കാര്യമാണ് ഫോളോ ചെയ്യേണ്ടിയിരുന്നത്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻ ഫോളോ ചെയ്താണ് ഇവർ ഇൻകത്തെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ നാഷണൽ ഹൗസിംഗ് ബാങ്കുകളുടെ നിയന്ത്രണം, നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ അതോറിറ്റി മാറ്റി ഈ HFCകൾ നേരെ RBIയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. സോ ഇനി മുതൽ അവർ ഇൻകം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് RBIയുടെ നിർദ്ദേശപ്രകാരമാണ്. അതാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ദ പ്രൊവിഷൻ ഹാസ് ബീൻ അമെൻഡഡ് ടു റിമൂവ് ദി റെഫറൻസ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബോർഡ് ഫ്രം ദി എൻറ്റയർ പ്രൊവിഷൻ ഓഫ് 43D. അപ്പോൾ 43D എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഈ ക്ലോസ് ബിക്കകത്താണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത്, അതിനെ ഒഴിവാക്കി. ഇനി മുതൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് അവിടെ ഇല്ല, പകരം നമ്മളവിടെ ചേർക്കേണ്ടത് RBI. ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ RBIയുടെ കീഴിലേക്ക് മാറിയിട്ടുണ്ട്. RBI എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഈ ലെൻഡിങ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം ഇപ്പോൾ നേരിട്ട് ഏതിൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ HFC എല്ലാം ഇപ്പോൾ തന്നെ NBFCയുടെ സ്റ്റാറ്റസിലേക്കാണ് മാറിയിട്ടുള്ളത്. സോ അതെല്ലാം തന്നെ പൂർണ്ണമായും RBIയുടെ കീഴിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് 43D. ദെൻ 44BBC ഈ സെക്ഷൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? 44BBC നമ്മൾ നേരത്തെ 1015B സെക്ഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 clause 15B income of a foreign company from lease rental from lending of cruise ship to specified company എന്നൊരു പോയിന്റ് അവിടെ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് നോക്കാം. പ്രൊമോഷൻ ഓഫ് ഡൊമസ്റ്റിക് ക്രൂയിസ് ഷിപ്പ് ഓപ്പറേഷൻസ് ബൈ നോൺ റെസിഡന്റ്. 44BBC ഒരു പ്രിസംറ്റീവ് ടാക്സേഷൻ സ്കീമാണ്. നമ്മൾ 44BB, BBA, BBB ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നോൺ റെസിഡൻസിന്റെ ടാക്സേഷൻ നമ്മൾ CMA ഫൈനൽ, ഇതൊന്നും തന്നെ ഇന്റർമീഡിയറ്റ് ലെവലിൽ ചോദിക്കില്ല കേട്ടോ. ഫൈനൽ ലെവലിൽ ചോദ്യങ്ങളാണ് ഇതൊക്കെ 44BBC. ഇപ്പോൾ ഒരു പുതിയ പ്രിസംറ്റീവ് ടാക്സേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇത് നോൺ റെസിഡന്റിന് വേണ്ടി കൊണ്ടുവന്നത്. എ പ്രിസംറ്റീവ് ടാക്സേഷൻ റെജിം ഈസ് ബീങ് പുട്ട് ഇൻ പ്ലേസ് ഫോർ എ നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്പ്. ഇതിന്റെ സ്കീം ഇത് ആർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആവുക? നോൺ റെസിഡന്റ്. അപ്പോൾ ഒരു നോൺ റെസിഡന്റ് ഈ ക്രൂയിസ് ഷിപ്പ് ഓപ്പറേഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസംറ്റീവ് ടാക്സേഷൻ രീതിയാണ് ഈ 44BBC. കണ്ടീഷൻ: ദ അസസി മസ്റ്റ് ബി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്പ്. അസസി ഹാസ് സാറ്റിസ്ഫൈഡ് സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കണ്ടീഷൻ എങ്ങനെയാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക? ഇൻകം ഷാൽ ബി എസ്റ്റിമേറ്റഡ് അറ്റ് 20% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദി ഫോളോയിങ്. നമ്മൾ CMA ഫൈനലിൻ്റെ നോൺ റെസിഡൻസ് പഠിക്കുക. നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രിസംറ്റീവ് സ്കീം പഠിച്ചിട്ടുണ്ട്. BB, BBA, BBB ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് ചേർക്കപ്പെട്ട സെക്ഷനാണ്. അവിടെയെല്ലാം ഈ 5% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദ ഫോളോയിങ്, 10% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദ ഫോളോയിങ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 20% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദി ഫോളോയിങ്. എന്തിൻ്റെ ആഗ്രിഗേറ്റ് ആണ്? ദ എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ടു ദി അസസി or to any person on his behalf on account of carriage of passengers. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന തുകയുടെ 20%. ആൻഡ് ഇതിന് പുറമെ എമൗണ്ട് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ബൈ ഓൺ ബിഹാഫ് ഓഫ് ദ അസസി ഓൺ അക്കൗണ്ട് ഓഫ് carriage of the
passengers. Yes. Okay, amount paid or payable to the assessee or to any person on his behalf on account of carriage of passengers. അതുപോലെ തന്നെ amount received or deemed to be received by on behalf of the assessee on account of the carriage of the passenger. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിൻ്റെ എത്ര ശതമാനം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 20% നമ്മൾ എടുക്കണം. ആ മൊത്തം തുകയുടെ എന്താണ് ആഗ്രിഗേറ്റിൻ്റെ 20% ആണ് നമ്മൾ എന്തായിട്ട് ഓഫർ ചെയ്യേണ്ടത്, ഇൻകമായിട്ട് ഓഫർ ചെയ്യാനുള്ളതാണ്. 44BBC നമുക്ക് ഇൻകമായിട്ട് കാണിക്കേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ 47. എന്താണ് സെക്ഷൻ 47 എന്ന് നമുക്കറിയാം. ട്രാൻസാക്ഷൻസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ അല്ല എന്ന് പറയുന്ന വിവിധ ഇടപാടുകളാണ്, ട്രാൻസാക്ഷനുകളെയാണ് നമ്മൾ 47-നകത്ത് കവർ ചെയ്തിരിക്കുന്നത്. So it contains certain transactions not regarded as transfer for the purpose of chargeability under the capital gain under section 45. ഇതിൽ 47(3) പറയുന്നൊരു കാര്യമുണ്ട്. Nothing contained in section 45 apply to any transfer of a capital asset under a gift or will or an irrevocable trust. നമ്മൾ ഗിഫ്റ്റ് ആയിട്ടോ വില്ലായിട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറായി കണക്കാക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഇടപാടുകളുടെ മേളിൽ ഇൻകം ടാക്സ് വരില്ല എന്നുള്ളത് നമുക്കറിയാം. However, this clause is not applicable in respect to specified ESOPs. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴി കിട്ടിയ സെക്യൂരിറ്റീസ് ആണ് നിങ്ങൾ ഇത്തരത്തിൽ കൈമാറുന്നതെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് എന്ത് ചെയ്യണം, കണക്കാക്കണം. So a gift is given out of natural love and affection, and accordingly the said clause is amended to provide that nothing contained in section 45 shall apply to transfer of a capital asset under a gift or will or an irrevocable trust by an individual or HUF. Yes. അതായത് പറയുന്നത് ഈ എക്സംഷൻ പറയുന്നത് ഗിഫ്റ്റ് വില്ല് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പുറത്താണല്ലോ അല്ലേ. ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഈ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത് ആരുടെ കാര്യത്തിൽ ആർക്ക് മാത്രമേ നാച്ചുറൽ ലവ് ഉണ്ടാവത്തുള്ളൂ? ഒരു മനുഷ്യനല്ലേ നാച്ചുറൽ ലവ് ഉണ്ടാവുള്ളൂ? ഒരു കമ്പനിക്ക് നാച്ചുറൽ ലവ് ഉണ്ടാവോ? ഫേമിന് നാച്ചുറൽ ലവ് ഉണ്ടാവോ? ഇല്ല. സോ അതുകൊണ്ട് ഇവിടെ പറയാണ് ഈ 47(3) എന്ന് പറയുന്നത് ഈ സെറ്റ് ക്ലോസ് ഈസ് അമെൻഡഡ് ടു പ്രൊവൈഡ് ദാറ്റ് nothing contained in section 45 shall apply to a transfer of a capital asset under a gift or will or irrevocable trust by an individual or HUF. അപ്പോൾ അവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാണ്, ഇനി മുതൽ എന്താണ് എ ഗിഫ്റ്റ് ഈസ് ഗിവൺ ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണെങ്കിൽ 45 ബാധകമല്ല. അതായത് ചാർജബിലിറ്റി സെക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അത് ആര് ചെയ്താലാണ്? ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. ഇൻഡിവിജ്വലോ HUFോ ഇനി ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമേ 45 ആപ്ലിക്കബിൾ ആകാതിരിക്കുകയുള്ളൂ. അല്ലാതെ മറ്റാര് ഗിഫ്റ്റ് കൊടുത്തിരുന്നാലും, ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഫേമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, AOP ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 45 ആപ്ലിക്കബിൾ ആവും. സോ അതാണ് 47-ൽ വന്നിരിക്കുന്ന മാറ്റം. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ കുറേ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അതാണ് റാഷണലൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. കുറച്ചുകൂടി റാഷണലാക്കി മാറ്റി സിംപ്ലിഫൈ ചെയ്തു ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹോൾഡിംഗ് പീരീഡ്, ഷോർട്ട് ടേം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകളുടെ ഹോൾഡിംഗ് പീരീഡ് നേരത്തെ 12 മാസം, 24 മാസം, 36 മാസം എന്ന് പറയുന്ന 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 12 മാസവും 24 മാസവുമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതായത് മിക്കവാറും 36 മാസം വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്വർണം, വിവിധ റൈറ്റുകൾ, ഇതൊക്കെ തന്നെ ഈ ജ്വല്ലറി, ഇതൊക്കെ നേരത്തെ നമുക്ക് 36 മാസമായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ 24-ലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്യപ്പെട്ടു. പിന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികളെല്ലാം തന്നെ 36-ലും ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ 12-ലേക്ക് മാറ്റപ്പെട്ടു. സോ ഇനി മുതൽ നിങ്ങൾക്ക് 12, 24 എന്ന് പറയുന്ന 2 കാറ്റഗറി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ units of listed business trust will now be at par with listed equity share at 12 months instead of earlier 36 months. അതുപോലെ ഹോൾഡിംഗ് പീരീഡ് ഓഫ് ബോണ്ട്, ഡിബഞ്ചർ, ഗോൾഡ് will reduce from 36 months to 26 months. For unlisted shares and immovable property it shall remain. അത് നേരത്തെ 24 ആയിരുന്നു, ഇനിയും എത്ര തന്നെയാണ്, 24 തന്നെയാണ്. പിന്നെ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും ടാക്സ് റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്.
നോർമൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകൾ ഇപ്പോഴും തന്നെ അതാത് വ്യക്തികൾക്ക് ആപ്ലിക്കബിൾ ആവുന്ന റേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ HUF ഒക്കെ ആണെങ്കിൽ സ്ലാബ് റേറ്റ് തന്നെയാണ് ബാധകമാവുക. കമ്പനികളാണെങ്കിൽ കമ്പനികൾ തന്നെ ഡൊമസ്റ്റിക് കമ്പനിയുണ്ട്, ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനിയാണെങ്കിൽ 25% അല്ലെങ്കിൽ 30%, ഫോറിൻ കമ്പനിയാണെങ്കിൽ 35%. ഈ റേറ്റൊക്കെ തന്നെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആയിരുന്നത്. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111 എന്താണ് 111 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നേരത്തെ 15% നൗ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 20%. Short term capital gain under 111 got increased to 20% from 15%. മറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകളെല്ലാം തന്നെ ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ് അതായത് ആപ്ലിക്കബിൾ റേറ്റ് ഓരോ വ്യക്തിക്കും ആപ്ലിക്കബിൾ ആവുന്ന അതാത് റേറ്റിലാണ്. ഇപ്പോൾ ഇൻഡിവിജ്വലിനാണ് അത്തരം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും, സാധാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നതെങ്കിൽ സ്ലാബ് റേറ്റ്. ഫേമിനാണ് സാധാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നതെങ്കിൽ 30%. കമ്പനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് ആണോ ഫോറിൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഡൊമസ്റ്റിക്ക് തന്നെ 2 വർഷം മുന്നേ ടേൺ ഓവർ എത്ര ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക തീരുമാനിക്കുക. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് 10%, ചില ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് 10%, ചിലതിനൊക്കെ 20%. ഇപ്പോൾ അതിൽ യൂണിഫോം റേറ്റ് ആക്കി. ഏത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് എത്ര ശതമാനമാണ്? 12.5%. നോക്കൂ, ഇപ്പോൾ ലിസ്റ്റഡ് ബോണ്ട് ഡിബഞ്ചേഴ്സ് ദ റേറ്റ് ഷാൽ ബി റെഡ്യൂസ്ഡ് ടു 12.5%. Unlisted debentures, unlisted bond are of the nature of debt instrument. Therefore, any capital gain should be taxed at applicable. However, long-term capital gain specified under 112A to the extent of 1.25 lakh shall be charged to tax at a nil rate. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ 112A പറഞ്ഞിരുന്നത് ആദ്യത്തെ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് റേറ്റ് 0യും മിച്ചം വരുന്നതിന് 10% എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 1 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഇപ്പോൾ 1 lakh എന്ന് പറയുന്ന ലിമിറ്റ് ഇപ്പോൾ 1.25 lakh ആയി. യെസ്, അപ്പോൾ മാത്രമല്ല ബാലൻസിന് റേറ്റ് 0%. ഇനി ബാലൻസിന് നേരത്തെ 10% ആയിരുന്നു, അതിപ്പോൾ എത്രയായി? 12.5% ആയി എന്നുള്ളതാണ്. ഇയർലിയർ അത് 1 ലക്ഷമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു അമെൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നിർത്തലാക്കി എന്നുള്ളതാണ് വേറൊരു അമെൻമെൻറ്റ്. ഇനി മുതൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ എടുക്കാനായിട്ട് പാടില്ല. പക്ഷേ ഇൻഡെക്സേഷൻ സാധാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് 20% പക്ഷേ ഇപ്പോൾ അത് കുറച്ച് എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 12.5% മാറ്റിയിട്ടുണ്ട്. പക്ഷേ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് കുറച്ചപ്പോൾ ഇൻഡെക്സേഷൻ ആനുകൂല്യം എന്ത് ചെയ്തു? നിർത്തലാക്കിയതിനു ശേഷം പിന്നീട് ഗവൺമെൻറ് വേറൊരു മാറ്റം കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇനി ഇൻഡെക്സേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇൻഡെക്സേഷൻ എടുത്തോ, നിങ്ങൾക്ക് നിർബന്ധമാണ് ഇൻഡെക്സേഷൻ എടുത്തേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സേഷൻ എടുത്തോ, പക്ഷേ നിങ്ങൾ 20% ടാക്സ് അടയ്ക്കണം. ഇനി ഇൻഡെക്സേഷൻ ഇല്ലാതെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 12.5% ടാക്സ് ചെയ്യണം. പിന്നെ 12% ടാക്സ് തന്നാൽ മതി. പക്ഷേ ഇൻഡെക്സേഷൻ എടുക്കണമെങ്കിൽ യു നീഡ് ടു സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻ. ഇൻഡെക്സേഷൻ ഇനി മുതൽ ആർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വലിനും റെസിഡന്റ് HUFനും മാത്രമേ കിട്ടത്തുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത് അറൈസസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ബീങ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. മാത്രവുമല്ല റെസിഡന്റ് ഇൻഡിവിജ്വലിനും റെസിഡന്റ് HUFനും മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടത്തുള്ളൂ. അതും ലാൻഡോ ബിൽഡിങ്ങോ വിറ്റാൽ മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടത്തുള്ളൂ. ഇനി ആ അസറ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആവശ്യത്തിനോ കമേഴ്ഷ്യൽ ആവശ്യത്തിനോ ഉപയോഗിച്ചത് ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അസറ്റ് വാങ്ങിയത് 23/7/2024 മുന്നേ ആയിരിക്കണം. മാത്രവുമല്ല അത് വിറ്റിരിക്കേണ്ടത് ഓണർ ആഫ്റ്റർ 23/7/2024 ആയിരിക്കണം. ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ എടുക്കാം. പക്ഷേ ഇൻഡെക്സേഷൻ എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിന് നിങ്ങൾ 20% ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്റ്റ് ചെയ്യാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഡെക്സേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് 12% ഇനി നിങ്ങൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വേറെ നിവർത്തിയില്ല, ഇൻഡെക്സേഷൻ ഇല്ലാതെ തന്നെ കമ്പ്യൂട്ട് ചെയ്തിട്ട് 12% എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പോയിന്റ്, ഇപ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന ഈ 2 വ്യത്യാസം, നമ്മളിപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ കണ്ടിരിക്കുന്ന 47 വന്നിരിക്കുന്ന വ്യത്യാസവും അതുപോലെ തന്നെ ഈ റാഷണലൈസേഷൻ റേറ്റിലും ഹോൾഡിംഗ് പീരീഡിലൊക്കെ വന്ന മാറ്റങ്ങളും ഇൻഡെക്സേഷൻ കിട്ടാത്ത ഇതെല്ലാം തന്നെ ഇൻ്റർമീഡിയറ്റ് ലെവലിലും ഫൈനലിനും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ്. ഈ റേറ്റിൽ വ്യത്യാസം വന്നപ്പോൾ ഈ നോൺ റെസിഡൻറ്റിന് ഈ സെക്ഷനൊക്കെ നമ്മൾ ഈ പറയുന്ന പോയിന്റ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ബാധകമല്ല കേട്ടോ. 115AD, 115AB, AC, ACA, 115E ഇതെല്ലാം നമ്മൾ ഫൈനൽ ലെവലിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഫൈനൽ ലെവലിൽ നമ്മൾ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അവിടെയെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ഇതേ മാറ്റം വന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ കണ്ട 112 112 111 വന്നിരിക്കുന്ന റേറ്റുകളിൽ വ്യത്യാസം 15 20 ആയിട്ടുണ്ട്, 10 12 ആയിട്ടുണ്ട്. യെസ്, നമ്മൾ നോക്കിക്കോണം. പിന്നെ നമ്മുടെ അവസാന ഹെഡായ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് അതർ സോഴ്സിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഈ ടീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ക്ലോസ് 22 സബ് ക്ലോസ് എഫ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 222F എന്ന് പറയുന്ന പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ബൈ ബാക്ക് ചെയ്യുമ്പോൾ, ഇത് ആപ്ലിക്കബിൾ ആവുന്നത് 1/10/2024 മുതലാണ്. ഒരു ഡൊമസ്റ്റിക് കമ്പനി അതിൻ്റെ ഓൺ ഷെയർസ് അവരെന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്, തിരിച്ച് പർച്ചേസ് ചെയ്യുന്നു. അവരത് ബൈ ബാക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ ഡിവിഡൻഡായി കണക്കാക്കുകയും അതിനവർ ടാക്സ് അടയ്ക്കുകയും വേണം. നോ ഡിഡക്ഷൻ ഓർ എക്സ്പെൻസസ് ഷാൽ ബി അവൈലബിൾ അഗെയിൻസ്റ്റ് സച്ച് ഡിവിഡൻഡ് ഇൻകം വൈൽ ഡിറ്റർമിനിങ് ദ ഇൻകം ഫ്രം അതർ സോഴ്സ്. നമ്മൾ ആലോചിക്കണം, ഈ ഷെയർ എന്ന് പറയുന്നത് ആ ഷെയർ ഹോൾഡർ കമ്പനിക്ക് പൈസ കൊടുത്ത് മേടിച്ച ഷെയർ ആണ്. ഓക്കെ, അതായത് ഈ ഷെയർ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. ആ ഷെയർ ആണ് ഇപ്പോൾ കമ്പനി തിരികെ മേടിക്കുന്നത്, എന്നിട്ട് അവൻ്റെ കാശ് അവന് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന് കിട്ടിയ കാശ് മുഴുവൻ അവൻ്റെ കയ്യിൽ എന്തായിട്ട് കണക്കാക്കേണ്ടി വരും? ഡിവിഡൻഡായിട്ട് കണക്കാക്കേണ്ടി വരും. ആ കിട്ടിയ ഡിവിഡൻഡിൽ നിന്ന് അവനൊന്നും കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവൻ ഈ ഷെയറിന് വേണ്ടി ആദ്യം മുടക്കിയ കാശുണ്ടല്ലോ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ഡിവിഡൻഡ് ആവുമ്പോൾ ഇത് ഏത് ഹെഡിലാണ് വരിക? ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലാണോ? അല്ല, അതർ സോഴ്സ് ഹെഡിലാണ് വരിക. സോ അതുകൊണ്ട് തന്നെ ഇവൻ ആദ്യം മുടക്കിയ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒരിക്കലും ഇവന് കോസ്റ്റിൽ നിന്ന്, ഇവൻ ഈ കിട്ടുന്ന തുകയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ അതേസമയം ഈ കോസ്റ്റ് അവനൊരു ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കാം. ഹോൾഡിംഗ് പീരീഡ് അനുസരിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസോ ലോങ് ടേം ക്യാപിറ്റൽ ലോസോ ആക്കി അവന് മാറ്റാൻ പറ്റും. വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇവൻ എന്ത് ചെയ്യാം? അത് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. അതാണ് ആ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഡീമിംഗ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓഫ് ഷെയർസ് അണ്ടർ ബൈബാക്ക് ആസ് നിൽ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം നമ്മൾ ബൈബാക്ക് ചെയ്ത് കിട്ടിയ തുകയെ ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ ബൈബാക്ക് ചെയ്ത് കിട്ടിയ തുക പൂർണ്ണമായും 222F എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്താണ്? 0 ആണ്. ദെൻ അലോവിങ് ക്യാപിറ്റൽ ലോസ് ഓൺ ബൈബാക്ക് കമ്പ്യൂട്ടഡ് ആസ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ നിൽ ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അത് മാത്രമല്ല, നമ്മൾ ഈ അസറ്റ് മേടിക്കാൻ വേണ്ടി മുടക്കിയ കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് നിങ്ങൾക്ക് കൺസിഡറേഷനിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇവിടെ കൺസിഡറേഷൻ 0 ആയതുകൊണ്ട് തന്നെ ആ എൻറ്റയർ കോസ്റ്റും 0യിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈനസ് ഫിഗറാണ് വരിക. അത് നിങ്ങൾക്ക് എന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയോ ക്യാരി ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക, സബ്ജക്റ്റ് കണ്ടീഷൻസ്. പിന്നെ ഡീംഡ് ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിൽ സെക്ഷൻ 194, അതായത് TDSൻ്റെ സെക്ഷൻസ് ആപ്ലിക്കബിൾ ആണ്. അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ 56(2)(27)(B) എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, അവർ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് വിലയേക്കാളും കൂടിയ വിലയ്ക്കാണ് ഷെയർ വിൽക്കുന്നതെങ്കിൽ ആ എക്സസ് മാർക്കറ്റ് വിലയേക്കാളും കൂടുതലായിട്ട് കിട്ടിയ ആ എക്സസ് തുക അവരുടെ കയ്യിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയി കണക്കാക്കണം എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട്. പക്ഷേ ഇപ്പോൾ അത് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ അത് ബാധകമല്ല. പിന്നെ ഫാമിലി പെൻഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഫാമിലി പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. പക്ഷേ അതിൽ നിന്ന് വി ക്യാൻ ക്ലെയിം എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 57 പറയുന്ന ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടിയ ഫാമിലി പെൻഷൻ്റെ 1/3 അല്ലെങ്കിൽ 15,000 വിച്ച് എവർ ഈസ് ലോവർ ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ. ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഈ 15,000 എന്നുള്ളത് 25,000 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. പ്രൊവൈഡഡ് യു നീഡ് ടു ഫോളോ ന്യൂ ടാക്സ് റെജിം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജിം ഫോർ ടാക്സ് കമ്പ്യൂട്ടേഷൻ. 15,000 എന്നുള്ളത് 25,000. പക്ഷെ അത് ഓൾഡ് ടാക്സ് റെജിമാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോഴും 15,000 തന്നെ. ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്താലാണ് ഈ 15 എന്നുള്ളത് എത്രയായിട്ട് മാറുന്നത്? 25 ആയിട്ട് മാറുന്നത്, 25,000 ആയിട്ട് മാറുന്നത്. സോ നമ്മുടെ ഹെഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെൻറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡിഡക്ഷൻ, അതിലൊരു 80CC(D)യിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 80CC(D)യിൽ നമ്മൾ പറയുന്നത് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക
ഒന്നുകിൽ ആ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക അല്ലെങ്കിൽ 10% ഓഫ് ദ സാലറി ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ. ഈ 80CCD2ൻ്റെ പ്രത്യേകത, നിങ്ങൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താലും ന്യൂ ടാക്സ് റെജിം ചൂസ് ചെയ്താലും 80CCD2 എന്ന ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു സംശയമില്ല. ഈ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ആ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 80CCD2 പ്രകാരം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 10%. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് 14% വരെ നിങ്ങൾക്ക് പറ്റും എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എംപ്ലോയി അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് 14% വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് നിങ്ങൾ ന്യൂ ടാക്സ് റെജിം എന്ത് ചെയ്തിരിക്കണം, ചൂസ് ചെയ്തിരിക്കണം. സോ അതാണ് 80CCD2 ഹാസ് ബീൻ അമെൻഡഡ് ടു പ്രൊവൈഡ് ദാറ്റ് where contribution has been made by any other employer, yes, any other employer not being central government or state government, central government or state government അല്ല, വേറെ ഏതെങ്കിലും എംപ്ലോയർ ആണെങ്കിൽ the employee shall be allowed a deduction an amount not exceeding 14% of the employee's salary. This is being increased only in case where employee's salary is chargeable to tax under 115 BAC 1A. അതായത് default tax regime or new tax regime ആണെങ്കിലാണ് നിങ്ങൾക്ക്, അതിനിപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് എംപ്ലോയി ആണ്, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 80CCD2 പ്രകാരം ഇനി മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ ഒന്നുകിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ 14% സാലറി വിച്ച് എവർ ഈസ് ലോവർ, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 80IAC എന്ന് പറയുമ്പോൾ 80IAC, അതുപോലെ തന്നെ 80LA. 80IAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്ത് സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ 31/3/2024 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇനി മുതൽ അത് 1 more year എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 31/3/2025 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ 80IAC എന്ന ഡിഡക്ഷൻ കിട്ടും. അതുപോലെ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളും അവർ 31/3/2025 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ they could enjoy this deduction. സോ അതാണ് 80LA. സോ അതാണ് ഹെഡ്സ് ഓഫ് ഇൻകത്തിലും അതുപോലെ തന്നെ ഡിഡക്ഷൻസിലും വന്നിരിക്കുന്ന വ്യത്യാസം, അമെൻമെൻറ്റുകൾ. നെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിങ് ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റ് ആണ്. ഇത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ അല്ല, ഇത് പൂർണ്ണമായിട്ടും ഫൈനൽ ലെവലിലുള്ള സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആവുന്നൊരു കാര്യമാണ് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്ന ഏരിയ. ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന ഇടപാട്, എക്സ്പോർട്ട്, അത് ഗുഡ്സിൻ്റെ എക്സ്പോർട്ട് ആകാം, സർവീസിൻ്റെ എക്സ്പോർട്ട് ആകാം, അതുപോലെ തന്നെ ഇമ്പോർട്ട്, ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ആകാം, സർവീസിൻ്റെ ഇമ്പോർട്ട് ആകാം. ഇതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രവുമല്ല അതൊരു നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു നോർമൽ കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ടാണ് നമ്മൾ അത്തരം ഇടപാട് നടത്തുന്നതെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ പോട്ടെ സബ്സിഡറിയോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയോ അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിന്നോ ആണ് നമ്മളൊരു ഗുഡ്സ് വാങ്ങുന്നത്, സർവീസ് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വില, നമ്മൾ അവർക്ക് കൊടുത്ത വില അല്ലെങ്കിൽ കൊടുക്കാനുള്ള വില നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട വാല്യൂവിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്ന വിലയേക്കാളും കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ തന്നെ സ്ഥാപനമല്ലേ. സോ അതിന് എന്താണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാരണം ഈ സാധനം മേടിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നാണ്. സോ ഇവിടെ ധാരാളം തട്ടിപ്പ് നടക്കും. ഇത്തരത്തിലുള്ള പർച്ചേസിലൂടെ നമുക്ക്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് ധാരാളം തട്ടിപ്പിലൂടെ നമുക്ക് ടാക്സ് വെട്ടിക്കാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. പുറത്തുനിന്ന് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അതിന് 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്താൽ നമ്മുടെ പുസ്തകത്തിൽ 3 ലക്ഷം രൂപയുടെ എക്സ്പെൻഡിച്ചർ വരെയല്ലേ. സോ ഇത്തരം ഇടപാടുകളെ തടയാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് നിയമത്തിനകത്ത് ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെയുണ്ട്, പ്രത്യേക പ്രൊവിഷൻസ് ഇത്തരം കാര്യങ്ങൾ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്.
സോ അതിനെയാണ് നമ്മൾ ആ ഒരു ഏരിയയാണ് നമ്മൾ പൊതുവെ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞ് നമ്മൾ ജനറലി വിളിക്കുന്നത്. നമ്മളത് CMA ഫൈനലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ വിദേശത്തേക്ക് നമുക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി, അത് പർച്ചേസ് ചെയ്തതായിരിക്കാം, ഗുഡ്സ് ആവുക സർവീസ് ആവുക. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്നു. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനിൽ നമ്മൾ മുടക്കിയ തുക നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ചപ്പോൾ അയാൾക്കൊരു സംശയം ഉണ്ടായി, ഇത് കറക്റ്റ് വാല്യൂ ആണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതോ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു തെറ്റായ വാല്യൂ ആണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു സംശയം ഉണ്ടായാൽ വാട്ട് ദേ വിൽ ഡു ഈസ്, ഇവർ ഈ വാല്യുവേഷൻ, നമ്മൾ ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു വിങ് ഉണ്ട്, ട്രാൻസ്ഫർ പ്രൈസിങ് വിങ് ഉണ്ട്. ആ ട്രാൻസ്ഫർ പ്രൈസിങ് വിങ്ങിലേക്ക് ഈ ഇടപാട് മൊത്തം കൈമാറും. ഈ അസസ്സിയുടെ വിവരങ്ങൾ എന്ത് ചെയ്യും, കൈമാറും. എന്നിട്ട് അവരോട് പറയും, എന്താണ് ഈ അസസ്സിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ ഇത് അസസിങ് ഓഫീസർ ഇങ്ങനെ ഈ ട്രാൻസ്ഫർ പ്രൈസിങ് വിങ്ങിലേക്ക് ഇത് എന്ത് ചെയ്യാണ്, കൈമാറുകയാണ്. അതിനെ നമ്മൾ പറയുന്നത് ദ കേസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ എന്നാണ് പറയുക. ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ. അപ്പോൾ ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസറുടെ ജോലി എന്താണ്, ഈ അസസ്സി റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണോ, അപ്പോൾ കറക്റ്റ് വാല്യൂ ആണോ, ഈ കറക്റ്റ് വാല്യൂവിനെ നമ്മളൊരു പേര് പറയും, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആംസ് ലെങ്ത് പ്രൈസ്. എന്താണ് ആംസ് ലെങ്ത് പ്രൈസ്? ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നെങ്കിൽ നമ്മൾ എത്ര കൊടുക്കുമായിരുന്നോ ഏതാണ്ട് അത് തന്നെയാണോ ഇപ്പോൾ നമ്മുടെ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിൽ നിന്ന് വാങ്ങിയപ്പോൾ നമ്മൾ കൊടുത്തത്, അതേ തുക തന്നെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസറെ ഏൽപ്പിക്കുന്നത്. ഇതൊന്നുമല്ല അമെൻമെൻറ്റ്, ഇതൊക്കെ നിയമത്തിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് വൺസ് കൈമാറി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ നമ്മളെ വിളിപ്പിച്ച് എന്ത് ചെയ്യും, മുഴുവൻ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എവിഡൻസുകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഈ ട്രാൻസാക്ഷൻ്റെ വാല്യൂ അയാൾ നിശ്ചയിക്കും. So value will be determined by the transfer pricing officer in order to check whether the value is as per arm's length price. അത് ആ പ്രോപ്പർ arm's length പ്രൈസിൽ തന്നെയാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ നിശ്ചയിക്കും. അപ്പോൾ ഇതിന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കംപ്ലീറ്റ്, അതായത് നമ്മളൊരു അസസിങ് ഓഫീസർക്ക് എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കണമോ, ഒരു അസസ്മെൻറ്റ് നടക്കുമ്പോൾ അസസിങ് ഓഫീസർക്ക് നമ്മൾ എന്തൊക്കെ രേഖകൾ കൊടുക്കുന്നുണ്ടോ ആ രേഖകളെല്ലാം നമുക്ക് ആർക്കും കൊടുക്കേണ്ടി വരും, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്കും കൊടുക്കേണ്ടി വരും. കാരണം ഈ സാഹചര്യത്തിൽ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ ആയിരിക്കും അവിടെ അസസിങ് ഓഫീസറായിട്ട് പെർഫോം ചെയ്യുക. സോ വി നീഡ് ടു ഗീവ് ഓൾ സച്ച് ഡോക്യുമെന്റ്സ് ടു ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ. ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ്റെ മുഴുവൻ വിവരങ്ങളും പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് പോയപ്പോൾ അയാൾ ഈ വർഷം നമ്മൾ എത്ര ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. സോ അയാൾ നോക്കുകയാണ്, ഓക്കെ നമ്മൾ ഇതുവരെ നമ്മൾ ബുക്കിൽ നമ്മൾ 50 ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ടാണ് കാണുന്നത്. സോ അയാൾ അതിൻ്റെ ഓരോ രേഖകളും പരിശോധിച്ച് വന്നപ്പോൾ അയാൾ കണ്ടെത്തി ശരിക്കും നമ്മൾ 50 ട്രാൻസാക്ഷൻ അല്ല നടത്തിയിരിക്കുന്നത്, 51 ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇത് പക്ഷെ ആര് കണ്ടെത്തി, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ ഇവിടെ ശരിക്കും ഒരു അസസിങ് ഓഫീസർ അല്ലെങ്കിൽ പോലും അയാൾക്ക് ഇവിടെ അസസിങ് ഓഫീസറുടെ പവർ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ കണ്ടെത്തിയ ആ ഒരു ട്രാൻസാക്ഷനും നമ്മുടെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ്റെ ഇമ്പാക്റ്റ് കൂടി നമ്മുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് കൊണ്ടുവരാനുള്ള പവർ അയാൾക്കുണ്ട്. മാത്രമല്ല ആ ട്രാൻസാക്ഷൻ്റെ വാല്യൂവും എത്രയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് ഉണ്ടായിരിക്കും. ഇത് ഓൾറെഡി നിയമത്തിലുള്ളതാണ്. ഇപ്പോൾ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ അസസിങ് ഓഫീസർ നമ്മൾ ആദ്യം വീണ്ടും റിവൈൻഡ് അടിച്ച് ബാക്കിലേക്ക് പോയാൽ അസസിങ് ഓഫീസർ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് കൈമാറിയത്. പക്ഷേ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ശരിക്കും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് കൈമാറുന്നത്. ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് വാല്യൂ ചെയ്യാൻ പറ്റാത്ത കേസുകളിലും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് കൈമാറാം. അപ്പോൾ സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് അഥവാ SDT എന്നാണ് പറയുക. ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അസസിങ് ഓഫീസർ അത് ആർക്ക് കൈമാറും, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് കൈമാറും. ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ അതിൻ്റെ വാല്യൂഷൻ ചെയ്യുകയും ചെയ്യും.
അപ്പോൾ എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അമെൻമെൻറ്റിൽ ഇത് മുമ്പുള്ള കാര്യം തന്നെയാണ്. അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ ഇതൊക്കെ പരിശോധിക്കുമല്ലോ. പരിശോധിച്ച് പോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അയാൾ പുതുതായി നമ്മൾ നടത്തിയതായി അയാൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടി അയാൾ ഡിറ്റർമിൻ ചെയ്യുക. അയാൾക്ക് ഡിറ്റർമിൻ ചെയ്യാമെന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നു. ഇയാളിങ്ങനെ പരിശോധിച്ച് പോകുമ്പോൾ നമ്മൾ പുറത്ത് പറയാത്ത ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, നമ്മൾ പുറത്ത് പറയാത്ത ചില സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് അയാൾ കണ്ടെത്തിയാലും അതിനെയും അയാൾക്ക് വാല്യൂ ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന amendment. So that is the amendment under this transfer pricing area. So okay. Now the section provides that if during the course of proceeding before him എന്ന് പറഞ്ഞാൽ ഇവിടെ him എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസറാണ് കേട്ടോ. ഓക്കെ, an international transaction comes to the notice of TPO ആ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇയാളുടെ കണ്ണിൽപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതായി അയാൾ കണ്ടെത്തുന്നു. ബട്ട് വിച്ച് ഹാസ് നോട്ട് ബീൻ റെഫേർഡ് ടു ഹിം ബൈ ദി AO എന്ന് വെച്ചാൽ അസസിംഗ് ഓഫീസർ. പക്ഷേ ആ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷനെ വാല്യൂ ചെയ്യാൻ AO ഇയാളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ AO തന്നെ അത് കണ്ടിട്ടുണ്ടാവില്ല. Then the TPO can proceed to determine the arm's length price in its respect as well. അതിൻ്റെയും ആ ട്രാൻസാക്ഷൻ്റെയും ALP ഡിറ്റർമൈൻ ചെയ്യുവാനുള്ള അവകാശം ആർക്കുണ്ട്? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസറുണ്ട്. It also provides for computation of ALP by the TPO of those international transactions, details of which have not been furnished in the audit report referred to. Audit report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസി ഈ ട്രാൻസ്ഫർ ഈ ആംസ് ലെങ്ത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസസി മതിയായ രേഖകൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അസസിയുടെ കണക്ക് ഓഡിറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും എല്ലാം ആർക്ക് കൊടുക്കേണ്ടി വരും? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർ ഒരു എന്തുകൂടി നടന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തുന്നു, ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കൂടി നടന്നിട്ടുള്ളതായിട്ട് കണക്കാക്കും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇയാൾ പുറത്ത് പറയാത്തൊരു ട്രാൻസാക്ഷൻ കൂടി നടന്നിട്ടുള്ളതായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ മേലുള്ള വാല്യുവേഷൻ ചെയ്യാനുള്ള അധികാരം ഇയാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് amended to enable TPO to deal with SDTs, specified domestic transactions, which have not been referred to him by the AO and or in whose respect audit report is not filed. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരം ഒന്നും ഇയാളുടെ കൈവശം ഇല്ലെങ്കിൽ പോലും അയാൾ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംസ് ലെങ്ത് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള അവകാശവും ആർക്കുണ്ടായിരിക്കും? യെസ്, ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദി അമെൻമെൻറ്റ്. ശരി, മറ്റൊന്ന് സെക്ഷൻ 94B ആണ്. സോ 94B അഗെയിൻ നോക്കൂ, ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, ഒരു നോൺ റെസിഡൻ്റ് അല്ലെങ്കിൽ നമ്മുടെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനം. ഈ ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനത്തിന് ഇന്ത്യക്ക് പുറത്തൊരു അസോസിയേറ്റഡ് എൻ്റർപ്രൈസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ എന്ത് വേണമെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു സ്ഥാപനം ഇന്ത്യക്ക് പുറത്തുണ്ട്. സോ ആ പുറത്തുള്ള ഇവരുടെ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിൽ നിന്ന് ഇന്ത്യയിലുള്ള സ്ഥാപനം ഒരു ലോൺ എടുക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യയിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ള അവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള നോൺ റെസിഡൻറ്റ് സ്ഥാപനത്തിൽ നിന്ന് ദേ ഹാവ് ടേക്കൺ എ ലോൺ. ഓക്കെ, ആ ലോണിന് അവരെന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇന്ത്യയിലുള്ള സ്ഥാപനം അവരുടെ എക്സ്പെൻഡിച്ചറായി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. സംശയമുണ്ട്? ഈ കൊടുത്ത ഇൻട്രസ്റ്റ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ അവരുടെ PGBP ഹെഡിനകത്ത് അവർക്ക് ഒരു ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതുവഴി അവർക്ക് അവരുടെ പ്രോഫിറ്റ് കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ സെക്ഷൻ 94B നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാപനം ലോൺ എടുത്തിരിക്കുന്നത് അവരുടെ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത ഇൻട്രസ്റ്റ്, ഇവരുടെ ഈ ബന്ധം കാരണം ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിനെ എന്ത് ചെയ്യാം? സ്വാധീനിക്കാം. സോ അതുകൊണ്ട് ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് മുഴുവൻ ഇവർക്ക് ഇവരുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. പകരം
ആ ഇൻട്രസ്റ്റ് എമൗണ്ട്, ആ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 30% ഓഫ് ദെയർ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, EBITDA. നിങ്ങൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ റേഷ്യോ അനാലിസിസിലൊക്കെ ചിലപ്പോൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാകും. EBITDA അല്ലെങ്കിൽ PBITDA എന്ന് പറയും, എബിറ്റ എന്ന് പറയും. യെസ്, എബിറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ഏർണിംഗ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അതിന് മുന്നേ ഉള്ള പ്രോഫിറ്റിൻ്റെ 30% വരെ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇതാണ് സെക്ഷൻ 94B പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സോ അമെൻമെൻറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പേ എന്താണെന്ന് നോക്കാം. സോ 94B പുട്ട്സ് ഇൻ പ്ലേസ് എ റെസ്ട്രിക്ഷൻ. ശരിക്കും ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു തടസ്സമാണ്, ഒരു റെസ്ട്രിക്ഷൻ. എന്തിനുള്ള റെസ്ട്രിക്ഷനാണ്? ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. നമുക്കൊരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നു, അത് ഡിഡക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ ആയിട്ടാണ് ഈ സെക്ഷൻ 94B പറയുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെറ്റ് ഇഷ്യൂഡ് ബൈ എ നോൺ റെസിഡൻറ്റ്. ഡെറ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പ്രൊവൈഡഡ്, ലോൺ സാങ്ഷൻഡ്, ലോൺ പ്രൊവൈഡഡ്. ലോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? ഒരു നോൺ റെസിഡൻ്റ് ആണ്. മാത്രമല്ല ആ നോൺ റെസിഡൻ്റ് നമ്മുടെ ആരാണ്? ഒരു അസോസിയേറ്റഡ് എൻ്റർപ്രൈസ് ആണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മളാണ് ലോൺ എടുക്കുന്നത്, ബോറോവർ. സോ ഇറ്റ് അപ്ലൈസ് ടു അപ്പോൾ ഈ ബോറോവർ ആരാണ്? ഇന്ത്യൻ കമ്പനി ഓർ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യ ഹു ഇസ് എ ബോറോവർ. അപ്പോൾ ബോറോവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതൊരു ഇന്ത്യൻ കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു വിദേശ കമ്പനിയുടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്ത്യയിലുള്ള പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആകാം. ഓക്കെ. ഇഫ് സച്ച് എ പേഴ്സൺ ഇൻകേഴ്സ് എനി എക്സ്പെൻഡിച്ചർ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ ആ സ്ഥാപനത്തിന് ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണ്. അത് എത്രയാണ്? എക്സീഡിങ് 1 crore rupees. ഇൻട്രസ്റ്റ് എമൗണ്ട് വന്നിരിക്കുന്നത് എത്രയാണ്? 1 കോടി രൂപയ്ക്ക് മേളിലാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഇൻട്രസ്റ്റ് അവർക്ക് PGBP ഹെഡിൽ എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് തുക റെസ്ട്രിക്റ്റഡ് ആണ്. എത്രയാണ് റെസ്ട്രിക്റ്റഡ് ആവുക? ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 30%. സോ ദാറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഈസ് നമുക്ക് ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം, നമ്മൾ 2 കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആ 2 കോടി രൂപയെ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പകരം എത്രയേ പറ്റത്തുള്ളൂ? നമ്മുടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എമൗണ്ട് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ 30% എടുക്കും. അപ്പോൾ ഉദാഹരണത്തിന് 5 കോടി രൂപയാണ് നമ്മുടെ EBITDA. ആ 5 കോടിയുടെ 30% എന്ന് പറഞ്ഞാൽ 1.5 കോടി. നമ്മൾ 2 കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ 30% മാത്രമേ നമുക്ക് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അറ്റ് പ്രസന്റ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ, ഈ 94B എന്ന് പറയുന്നത് ഇനി പറയുന്ന ആൾക്കാർക്ക് ബാധകമല്ല. ഡു നോട്ട് അപ്ലൈ ടു ഇന്ത്യൻ കമ്പനീസ് ഓർ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോറിൻ കമ്പനീസ് വിച്ച് ആർ engaged in the business of banking or insurance. ഓക്കെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ആ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ബിസിനസ് ആണെങ്കിലോ ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിലോ ഓർ സച്ച് ക്ലാസ് ഓഫ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സോ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിലവിൽ ഈ പറയുന്ന 94B നിലവിൽ ബാധകമല്ല. അപ്പോൾ ഇനി എന്താണ് ഈ അമെൻമെന്റ് എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ടാക്സ് ഇളവുകൾ ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഫിനാൻസ് ആക്ട് 2024 കൊണ്ടുവന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് 25 കുറേ കൂടി കൂടുതൽ ഇളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ അമെൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അമെൻഡഡ് ടു പ്രൊവൈഡ് ദി പ്രൊവിഷൻ ഓഫ് ദി സെക്ഷൻ. ഈ പറയുന്ന 94B ഷാൽ നോട്ട് അപ്ലൈ ടു ഫൈനാൻസ് കമ്പനീസ് ലൊക്കേറ്റഡ് ഇൻ IFSC ലൊക്കേറ്റ് ചെയ്യുന്ന ഫൈനാൻസ് കമ്പനികൾക്കും ഈ 94B ബാധകമല്ല. ബട്ട് ദേ നീഡ് ടു സാറ്റിസ്ഫൈ സർട്ടൺ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ്. അതാണ് കണ്ടീഷൻ. സോ ദാറ്റ് ഈസ് 94B. സോ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആയിരുന്നു 94B. സോ 94B പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇന്ത്യക്ക് പുറത്ത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റഡ് സ്ഥാപനമുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ ആണ് ഈ 94B മുന്നോട്ട് വെക്കുന്നത്. പറയുന്ന ഇത്രയേ ഉള്ളൂ. ആ അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 1 കോടി രൂപയ്ക്ക് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, 1 CR മേളിൽ പോവുകയാണെങ്കിൽ ആ കൊടുത്ത ഇൻട്രസ്റ്റ് തുക എത്രയ്ക്ക് മേളിൽ പോകാൻ പാടില്ല? 30% ഓഫ് EBITDA. നിലവിൽ അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള NBFCകൾക്കൊന്നും തന്നെ ബാധകമല്ല.
ആ ലിസ്റ്റിലേക്ക് എന്താണ് IFSCയിൽ പ്രവർത്തിക്കുന്ന ഫൈനാൻസ് കമ്പനികളെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സോ നമ്മൾ ആ സെക്ഷനും പഠിച്ചു, അതിനോടൊപ്പം തന്നെ ഇത് ആർക്കാണ് ബാധകമാവാത്തത് എന്നുള്ളതും കൂടി നമ്മൾ കണ്ടു, അമെൻമെൻറ്റും കണ്ടു. ദെൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങും അതുപോലെ തന്നെ പാൻ കാർഡിനെ പറ്റിയിട്ടുള്ള ഏരിയക്കകത്ത് ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പാൻ കാർഡ് എടുക്കുന്നതിന് ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് എന്ത് ചെയ്യും ലഭിക്കും നമുക്കറിയാം. സോ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് പാൻ കാർഡ്. സോ നിങ്ങൾ പാനിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആധാർ നമ്പർ കൂടി കോട്ട് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ കൊടുക്കാൻ. പക്ഷേ ഈ ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മുമ്പ് നമുക്ക് ഈ ആധാർ കാർഡിനെ അപേക്ഷിച്ച ആധാർ എൻറോൾമെൻറ്റ് ID നമ്പർ കൂടി എന്ത് ചെയ്യാം കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ആധാറും എന്താണ് പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചാൽ മതി, ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കി. ഇനി മുതൽ നിങ്ങൾ ആധാർ എൻറോൾമെൻറ്റ് ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സോ ഇതിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ discontinue the option of quoting the enrollment ID of the Aadhaar application form, as any allotment of PAN against enrollment may lead to duplication and misuse of PAN. See, ആധാറും പാൻ കാർഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നതിൻ്റെ പർപ്പസ് തന്നെ എന്താണ്, ഈ പാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാനാണ്. പാൻ ഡ്യൂപ്ലിക്കേഷനിലൂടെയുള്ള ടാക്സ് വെട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ആധാർ എൻറോൾമെൻറ്റ് ID കോട്ട് ചെയ്യുക വഴി നമ്മളിപ്പോൾ ഒന്നിലധികം ആധാർ എൻറോൾമെൻറ്റ് ID പലതവണയായിട്ട് എടുത്ത് അങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ അതെന്ത് ചെയ്തു, നിർത്തലാക്കി. Therefore it is provided 139A1 shall not apply from 1/10/2024. It is further provided that every person who has allotted permanent account number on the basis of enrollment ID shall intimate Aadhaar number owner before the due date. എന്ന് മാത്രമല്ല, ഈ ആധാർ എൻറോൾമെൻറ്റ് ID പ്രകാരം നമുക്ക് എന്താണ് പാൻ കാർഡ് അലോട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ആധാർ നമ്പർ നിശ്ചിത സമയത്തിനുള്ളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്തിരിക്കണം എന്നുള്ളത് കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 139 പറയുന്നത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ള ആൾക്കാർ കറക്റ്റ് സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സെക്ഷൻ 139 പ്രകാരം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അവർക്ക് 139 ബാധകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, where any return of income is furnished in pursuance of an order 119(2)(b). 119(2)(b) എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. ഇനി 139 പ്രകാരം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർവാഹമില്ല. പിന്നെ ഇപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പക്ഷേ അപ്ഡേറ്റഡ് റിട്ടേൺ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, പഠിച്ചിട്ടുള്ളതാണ്. അപ്ഡേറ്റഡ് റിട്ടേൺ നമ്മൾ ടാക്സ് അങ്ങോട്ട് അടയ്ക്കുവാനോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോസ് കുറയ്ക്കാനോ അപ്പോൾ ലോസ് കൂട്ടാനോ റീഫണ്ട് വാങ്ങാനോ ഒന്നും നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടൊണേഷൻ ഓഫ് ഡിലേ ഇൻ ഫയലിംഗ് റിട്ടേൺ എന്ന് പറയും. അതായത് നമുക്ക് കമ്മീഷണർ മുമ്പാകെ എനിക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്തതിന് ഇന്ന വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വി കുഡ് സബ്മിറ്റ് എ റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് പരിഗണിക്കുമ്പോൾ ആ റിക്വസ്റ്റ് നോക്കി കഴിയുമ്പോൾ ഈ കമ്മീഷണർ നമ്മളെ നേരിട്ട് പേഴ്സണലി ഹാജരാകാൻ പറയും. നമ്മളോട് കാരണങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് റിട്ടേൺ ബിലേറ്റഡ് റിട്ടേൺ അല്ല, അല്ലാതെ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ അല്ല, നമ്മളോട് അല്ലാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തോളാം നമ്മളോട് പറയാറുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഈ കണ്ടൊണേഷൻ ഓഫ് ഡിലേ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് ഇത് 119(2)(b). നോക്കൂ, വേർ എനി റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ഇൻ പെർസുവൻസ് ഓഫ് ആൻ ഓർഡർ അണ്ടർ 119(b)(2)(b) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനീ പറഞ്ഞു പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 139 ഷാൽ അപ്ലൈ. 139 ബാധകമാണ്. കാരണം 139 പ്രകാരം ഫയൽ ചെയ്യുന്ന റിട്ടേണിൻ്റെ ഫർദർ പ്രോസസ്സിങ് മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഒരു രീതിയുണ്ട്. സോ നിങ്ങൾ ഈ 119(2)(b) ഓർഡർ വാങ്ങി നിങ്ങൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ 139 പ്രകാരം ഫയൽ ചെയ്ത റിട്ടേൺ ആയിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുക. സോ അതിൻ്റെ ഫർദർ പ്രോസസ്സിങ്ങും ഇൻറ്റിമേഷനും അസസ്മെൻറ്റും റെഗുലർ അസസ്മെൻറ്റും ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റും ഒക്കെ 139 റിട്ടേൺ ആയിട്ട് കണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് അമെൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.